തഞ്ചാവൂർ സ്പെഷ്യലായിട്ടുള്ള രസവാങ്കിയാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവം തന്നെയാണ്. അപ്പോൾ പല തരത്തിൽ ഉണ്ടാക്കാറുണ്ട്. അതിലൊരു കൂട്ടമാണ് ഇന്നത്തെ നമ്മുടേത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ തമിഴ്നാട് ശൈലിയിലുള്ള ഭക്ഷണങ്ങളൊന്നും ഇഷ്ടമല്ല എന്ന് പറയുന്നവരോട് ഞാനൊരു കാര്യം പറയട്ടെ, ഇത് ഒരുപാട് ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവം തന്നെയാണ്. മാറ്റി നിർത്തേണ്ടതില്ല. നമുക്കൊന്ന് കണ്ടു നോക്കാം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. നമ്മളിവിടെ അരക്കപ്പ് തുവരപ്പരിപ്പാണ് എടുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ വെള്ളത്തിലിട്ട് ഒരുപാട് നേരം ഒന്നും കുതിർത്തിട്ടൊന്നുമില്ല കേട്ടോ. എന്തിലേലും തുവരപ്പരിപ്പായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. അതുകൊണ്ട് തന്നെ കഴുകി നമ്മളൊരു കുക്കറിലേക്കാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ കുതിർക്കാതെ ഇടുന്ന തുവരപ്പരിപ്പായതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം കൂടുതലായിട്ട് ഒഴിക്കണം, വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ലേശം കൂടെ താമസം വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ കേട്ടോ. അപ്പോൾ അതവിടെ ഇരുന്നൊന്ന് വെന്ത് കിട്ടട്ടെ. ഇനി നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത് വാളംപുളിയാണ്. അപ്പോൾ ഒരു കുഞ്ഞു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് വെള്ളത്തിലിട്ട് കുതിർക്കാനായിട്ട് വെക്കാം. ഇതൊക്കെ ആദ്യം തന്നെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കറി തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് നല്ല എളുപ്പമുണ്ടാവും. ചെറുതായിട്ടൊന്ന് പിച്ചിയും കൂടെ അതിലേക്ക് വെള്ളത്തിലേക്ക് ഇടുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് ചീൻചട്ടിയിലേക്ക് എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയാണ് കേട്ടോ നമ്മൾ ഒഴിച്ചിരിക്കുന്നത്. നല്ലെണ്ണയ്ക്കകത്ത് തയ്യാറാക്കുന്നതാണ് സാധാരണ ശൈലി എന്ന് പറയുന്നത്. ഇവിടെ ആർക്കും അത് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കൊത്തമല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ നമ്മുടെ കടലപ്പരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 4-5 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. പിന്നെ അതാ ചെറിയൊരു എന്താ പറയുക ചുമപ്പ് കളറ് ഏകദേശം വരുന്നിടം വരെ വേണം നമുക്കൊന്ന് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ അതാ ഇതുപോലെ വറുത്ത് പൊടിച്ചെടുക്കുന്ന കറികൾക്കൊക്കെ നല്ലൊരു സ്വാദ് തന്നെയല്ലേ. നമ്മളെല്ലാം മസാലക്കൂട്ടുകളുടെ പുറകെ പോകുന്ന കാലം ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി ഈ രീതിയിലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ഇനി അതെല്ലാം കൂടെ ഒന്ന് ചുമന്ന് ഏകദേശം ഒന്ന് വന്ന സമയത്ത് അതിലേക്ക് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ചിരകിയത് നമ്മളൊരു അരക്കപ്പോളം തന്നെ തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ നമുക്ക് ഒരുപാട് അങ്ങോട്ട് വറുത്തെടുക്കേണ്ട, ചെറിയ രീതിയിൽ വേണം, ചെറിയൊരു പൊന്നിറമാകുന്നിടം വരെ വേണം വറുത്തെടുക്കാനായിട്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് അത് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇനി ഒത്തിരി എണ്ണ ഒഴിച്ച് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. തേങ്ങയ്ക്കകത്ത് ആ ഒരു എണ്ണയൊക്കെ ഇറങ്ങി നല്ല പാകത്തിനായിട്ട് നമുക്ക് കിട്ടും. ഇതാ നോക്കിക്കേ, അതിൻ്റെ കളറൊക്കെ ഏകദേശം ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്ക് ഇത്രയും ഒരു വറവ് ഇത് മതിയാവും കേട്ടോ. നല്ല ഡ്രൈ ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതവിടെ ഇരുന്ന് തണുക്കട്ടെ. ഇനി മെയിനായിട്ട് നമുക്ക് വേണ്ടത് വഴുതനങ്ങയാണ്. ഇച്ചിരി വാടിയതാണ് കേട്ടോ. ഓണത്തിന് മുമ്പൊക്കെ വാങ്ങിച്ചതാണ്. അപ്പോൾ പച്ചക്കറികൾ കുറച്ചൊക്കെ ബാക്കി വരുന്നതൊക്കെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണമല്ലോ, കളയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കറി തയ്യാറാക്കിയേക്കാന്ന് വെച്ചത്. അപ്പോൾ വഴുതനങ്ങ നമ്മളിതാ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതൊരു ചാറ് കറി പോലെയായിട്ടാണ് നമ്മൾ രസവാക്കി തയ്യാറാക്കുന്നത്. അല്ലാതെ കുറുക്കി വേണമെങ്കിലും നമുക്ക് വഴുതനങ്ങ 4ആയിട്ട് കീറിയിട്ട് അതിൽ നമ്മുടെ തേങ്ങയുടെ വറ്റൊക്കെ എടുത്ത് വെച്ച് വറുത്ത് വെക്കുന്ന വറ്റൊക്കെ എടുത്ത് വെച്ച് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അത് വേറെ ഒരിക്കൽ ഞാൻ ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ വഴുതനങ്ങയൊക്കെ അരിഞ്ഞ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് നേരം അവിടെ കിടന്ന് അതിൻ്റെ അകത്തെ ഈ കറയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് പോയി റെഡിയായി വരികയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. മാത്രമല്ല അതിൻ്റെ അകത്തെ അരിമണികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് പോയി കിട്ടുവാണെങ്കിൽ നല്ലതാണ്. ഞാൻ പരമാവധി എടുത്ത് കളഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനിയും കുറച്ചൊക്കെ ഉണ്ട്, പോകാനായിട്ട് സാരമില്ല. പിന്നെ ആ വഴുതനങ്ങയ്ക്കകത്തോട്ട് തന്നെ കുറച്ച് പുളിവെള്ളം നമ്മൾ എടുത്ത് വെച്ചിരുന്നത് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഒന്നും തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വഴുതനങ്ങ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് നമ്മൾ പുളിവെള്ളത്തും കൂടാതെ തന്നെ കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നല്ല രീതിയിലൊന്നും കൂടെ ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇനി അതെല്ലാം കൂടെ കൂട്ടി നല്ല രീതിയിലൊന്ന് വെന്ത് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ തേങ്ങയുടെ മിക്സ് എല്ലാം കൂടെ നമ്മളിവിടെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, എല്ലാം ഒന്ന് നന്നായിട്ട് തണുത്ത് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മളതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പേസ്റ്റായിട്ട് നല്ല രീതിയിൽ വേണം അരച്ചെടുക്കാനായിട്ട്. വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ ഇടയ്ക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇത് കണ്ടോ, നല്ല പേസ്റ്റ് പോലെ നമ്മളൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വഴുതനങ്ങ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്നാലൊരു ലേശം കൂടെ വേകുന്നതാണ് നല്ലത്. അത്യാവശ്യം വെന്തുടഞ്ഞു വരുന്ന ആ ഒരു പരിവം, ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോകത്തില്ല പുളിവെള്ളം ചേർത്തുകൊണ്ട് തന്നെ, എന്നാലും നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ പാകമായിട്ട് വെന്തിരിപ്പുണ്ട്. അപ്പോൾ നമ്മളൊന്നുകൂടെ ഒന്ന് ഇളക്കിയും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് അരപ്പ്, നമ്മുടെ തേങ്ങയുടെ അരപ്പുണ്ടല്ലോ അത് നമ്മൾ ആദ്യം തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ കുറവൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. ഇപ്പം നമ്മളിവിടെ മിക്സിയുടെ ജാറ് കഴുകിയിട്ടാണ് അരപ്പിൻ്റെ വെള്ളം കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയും കൂടെ കൊടുക്കുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് വേണ്ടത് നമ്മൾ തൂരപ്പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ തൂരപ്പരിപ്പ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ നമുക്ക് നല്ല രീതിയിലൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ തേങ്ങയുടെ അരപ്പും തൂരപ്പരിപ്പും ഒക്കെ കൂടെ ആയതുകൊണ്ട് തന്നെ കറി നല്ല രീതിയിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുറുകി വരും. അതുകൊണ്ട് തന്നെ തിളപ്പിച്ച വെള്ളം കയ്യിലുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇത്രയും ചാറ് മതി നമുക്കിവിടെ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു പരുവത്തിലാക്കി നിർത്തിയിരിക്കുകയാണ്. അപ്പം നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്.
ഈ രസവാങ്കി എന്ന് അറിയപ്പെടുന്ന ഈ വിഭവത്തിന് കുറച്ചൊക്കെ ഒരു ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. തഞ്ചാവൂരുണ്ടായിരുന്ന മറാഠ രാജാക്കന്മാരിൽ നിന്നും നമ്മുടെ തമിഴ് പാചകക്കാർ, കൊട്ടാരത്തിലുണ്ടായിരുന്ന പാചകക്കാർ അവരുടേതായ ശൈലിയിലും കൂടെ ചേർത്തുണ്ടാക്കിയ ഒരു വിഭവമാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ രസവാങ്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രസം, രുചി അല്ലെങ്കിൽ ചാറ് എന്നാണ് അതിനർത്ഥം. വാങ്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറാത്തയിൽ വഴുതനങ്ങ എന്നാണ് അർത്ഥം. അപ്പോൾ വഴുതനങ്ങ ഇട്ട ചാറ് കറി എന്നാണ് ഇതിനൊക്കെ പറയപ്പെടുന്നത് കേട്ടോ. പിന്നെ ഇവർ പ്രത്യേകിച്ചായിട്ടൊരു തക്കാളി പോലുള്ളവയൊന്നും ഉപയോഗിക്കുന്നില്ല. തക്കാളി ചേർത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കറിക്ക് സാമ്പാറിൻ്റെതായ രീതിയിലായി പോകുമെന്നാണ് പറയുന്നത്. ശരിക്കും ഇത് സാമ്പാറല്ലല്ലോ, നമ്മൾ ജീരകമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല, ഉലുവയൊന്നുമില്ല. സാധാരണ രീതിയിൽ തയ്യാറാക്കി എടുത്തിരിക്കുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവം തന്നെയാണ്. പുളിക്ക് നമ്മൾ വാളംപുളി ചേർക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇതാ കറിയൊക്കെ നല്ല രീതിയിലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഉപ്പ് നമ്മൾ കുറവുണ്ടായിരുന്നതുകൊണ്ട് ഇടയ്ക്ക് നമ്മളൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വേണ്ടത് കടുക് പൊട്ടിച്ച് ചേർക്കുക എന്നുള്ളതാണ്. അതിൻ്റെ അകത്തും കുറച്ച് ചേരുവകളൊക്കെ ഉണ്ട്. നമ്മൾ കടുക് പൊട്ടിച്ച് ചേർക്കുമ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. കടുകും അതുപോലെ തന്നെ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് ഇതാ ഇപ്പോൾ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു മടങ്ങ് ഈ വറ്റൽമുളകും അതുപോലെ ഒന്ന് കരിഞ്ഞു പോകേണ്ട, അതുകൊണ്ട് തന്നെയാണ്. പിന്നെ ലേശം കായപ്പൊടിയും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കിയും കൂടെ മൂപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയട്ടെ, കറി തിളച്ച് വരുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കാം. ഓപ്ഷനിലാണ്, ഞാനിതിലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ എല്ലാം കൂടെ കൂട്ടി നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള രസവാങ്കി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ചോറിന് മാത്രമല്ല എന്തിൻ്റെ കൂടെ കഴിക്കാനും ഈ ഒരു കറി സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.